നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. മലയോര മേഖലകളിൽ കനത്ത മഴ തുടരാൻ സാധ്യത. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. പാലക്കാട് കോട്ടായിയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിയെയും കാസർഗോഡ് കവ്വായിയിൽ മീൻ പിടിക്കാനിറങ്ങിയ യുവാവിനെയുമാണ് കാണാതായത്. ഇരുവർക്കുമായി തിരച്ചിൽ തുടരുന്നു. ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് പാലക്കാട് കോട്ടായി ഭാരതപ്പുഴയിൽ 2 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. കുന്നംപറമ്പ് തണ്ണിക്കോട് സ്വദേശി സവിതയുടെ മകൻ സുഗുണേഷ്, മാത്തൂർ സ്വദേശി അഭിജിത്ത് എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട സുഗുണേഷിനെ രക്ഷിക്കാൻ ഇറങ്ങുന്നതിനിടയിലാണ് അഭിജിത്തും ഒഴുക്കിൽപ്പെട്ടത്. നിലവിളി കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ അഭിജിത്തിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറന്നതോടെ പുഴയിൽ ശക്തമായ ഒഴുക്കാണ്. അഗ്നിരക്ഷാസേനയും ആലത്തൂർ കോട്ടായി പോലീസും ചേർന്ന സുഗുണേഷിനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ അഭിജിത്ത് എന്ന് പറയുന്ന പയ്യൻ മറ്റൊരു പയ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുഴയിൽ ചാടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കടക്കുമ്പോഴേക്ക് എന്നെ തള്ളി വെള്ളം. ഞാൻ ചേങ്ങോലി പിടിച്ച് കയറിയപ്പോൾ അവൻ്റെ തലപൊക്കി ഇങ്ങനെ വലിക്കണോ. അമ്മേ ദൈവമേ, ജീവനുണ്ടല്ലോ, ഞാൻ രക്ഷപ്പെടുത്തിയാലും. കാസർഗോഡ് കവ്വായി കായലിൽ മത്സ്യബന്ധനത്തിനിടെ തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. വലിയ പറമ്പ് സ്വദേശി NP തമ്പാനെയാണ് കാണാതായത്. രാവിലെ മീൻ പിടിക്കാൻ പോയതായിരുന്നു. തോണി വലിയ പറമ്പ് പാലത്തിന് സമീപം കരക്കടിഞ്ഞു. അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ തുടരുകയാണ്. പമ്പ നദിയിലെ ആറന്മുള മാലക്കരക്കടവിലാണ് ഒരാൾ ഒഴുക്കിൽപ്പെട്ടത്. മാത്യു ആണ് ഒഴുക്കിൽപ്പെട്ടത്. അഗ്നിരക്ഷാസേന തെരച്ചിൽ ആരംഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. KPCC പുനഃസംഘടനയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് പിന്നാലെ വിമർശനവുമായി ലത്തീൻ സഭയും. അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് മാർ അലക്സ് വടക്കുംതല കുറ്റപ്പെടുത്തി. സഭയുടെ അടിസ്ഥാനത്തിൽ അല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിമർശനത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അർഹമായ പ്രാതിനിധ്യം നൽകില്ലെന്ന ലത്തീൻ സഭയുടെ പരാതി. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിലായിരുന്നു കണ്ണൂർ രൂപതാ ബിഷപ്പ് മാർ അലക്സ് വടക്കുംതലയുടെ വിമർശനം. കണ്ണൂർ ഈ ഭാഗത്തേക്ക് ഒരാളെ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സ്നേഹത്തോടുകൂടെ അതുപോലെ ആദരവോടുകൂടെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറയുകയാണ്. ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്ന് കാര്യമായ ഒരു പരിഗണനയും ലഭിക്കാത്തതും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയുന്നതാണല്ലോ നല്ലതെന്ന് ഞാൻ കരുതുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് A ഗ്രൂപ്പ് നിബന്ധനകൾ മുന്നോട്ടുവച്ചു. വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിലിന്റെ നിയമനം റദ്ദാക്കണമെന്നും അല്ലെങ്കിൽ A ഗ്രൂപ്പിൽ നിന്ന് 2 പേരെ കൂടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമാണ് ആവശ്യം. 24 കൊച്ചി. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയെ ചൊല്ലി LDFിലും മന്ത്രിസഭയ്ക്കുള്ളിലും ഭിന്നത. പദ്ധതിയിൽ ഒപ്പിടാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ CPI രംഗത്ത് വന്നു. അവകാശപ്പെട്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ് വാങ്ങാതിരിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് BJP CPM അന്തർധാരയുടെ ഭാഗമെന്ന് KSU കുറ്റപ്പെടുത്തി. CPIയുടെ എതിർപ്പിനെ തുടർന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ 2 വർഷമായി മുടങ്ങിക്കിടന്ന 1500 കോടിയോളം രൂപ വാങ്ങിച്ചെടുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കേന്ദ്ര സർക്കാരിനെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യം അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിലും രാജ്യത്തെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. നമ്മുടെ കുട്ടികളല്ലേ, നമ്മൾ എന്തിനാ ഈ ഫണ്ട് കളയാണ്? സർക്കാർ തീരുമാനത്തിനെതിരെ CPI നേതാക്കൾ രംഗത്തെത്തി. നിലപാടിൽ മാറ്റമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് മന്ത്രി K രാജനും പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള കാഴ്ചപ്പാടും തെറ്റായ വിധത്തിലുള്ള ചില സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമത്തിനുമെതിരായിട്ടുള്ള വലിയ ഇടപെടൽ തന്നെയാണ് പൊതുവായിട്ടുണ്ടാകുന്നത്. അതിൽ
വേറെ ഒരു മാറ്റവും ചിന്തിക്കേണ്ട ഒരു ഘട്ടം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് ASFും രംഗത്തെത്തി. നിലപാടിൽ CPI ഉറച്ചു നിൽക്കുമോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ എന്ത് നിലപാട് സ്വീകരിക്കും? LDFിൽ ചർച്ച ചെയ്യാൻ CPIക്ക് അതിനുള്ള നിലപാടുണ്ടോ, ഉറച്ച നിലപാടുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ട്. CPI എതിർപ്പ് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. അടുത്ത ആഴ്ച വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. 24 തിരുവനന്തപുരം. VS അച്യുതാനന്ദന്റെ പേരിലുള്ള പ്രഥമ കേരള പുരസ്കാരം മുതിർന്ന CPIM നേതാവ് S രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമ്മാനിച്ചു. ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും G സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും പാർട്ടിയിൽ സജീവമാകണമെന്ന് G സുധാകരന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ഒളിയമ്പ്. വിമർശനങ്ങൾ മറന്ന് G സുധാകരനെ ചേർത്ത് പിടിക്കുകയാണ് സജി ചെറിയാൻ. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി മാസിക ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. CPM ജനറൽ സെക്രട്ടറി MA ബേബി S രാമചന്ദ്രൻ പിള്ളയ്ക്ക് സമർപ്പിച്ചു. ആലപ്പുഴയിലെ പാർട്ടി ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന പരിപാടി. നേതാക്കൾ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടും മുതിർന്ന നേതാവ് G സുധാകരൻ വിട്ടുനിന്നു. ഇതേസമയം കൊല്ലം കരുനാഗപ്പള്ളിയിൽ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത G സുധാകരന്റെ വിശദീകരണം ഇങ്ങനെ. നേരത്തെ നിശ്ചയിച്ചതാണോ കരുനാഗപ്പള്ളി പരിപാടി? ഒരു മാസം ഒന്നും പറയാതെ. അതുകൊണ്ടാണ് അതെ, അതുകൊണ്ടാണ്. ഇപ്പോഴുള്ള പരിപാടിയിൽ ക്ഷണമില്ലായിരുന്നോ? അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അതൃപ്തി പ്രതിഫലിക്കുന്ന പ്രതികരണം. പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന G സുധാകരന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പരോക്ഷ മറുപടി. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി. എന്നാൽ അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, പാർട്ടി തുടർന്നും പ്രവർത്തിക്കും. അതിന്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണം സ്ഥാപിക്കുകയാണ്. G സുധാകരൻ തന്റെ നേതാവെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. അതേ എന്റെ നേതാവാണ്. എന്റെ ഉപദേശം സ്വീകരിക്കേണ്ട യാതൊരു കാര്യവും അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചിട്ടുമില്ല, എന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുമില്ല. സുധാകരൻ സാർ എന്നെ പറ്റി ഒരു തെറ്റിദ്ധാരണയില്ല. നിങ്ങൾ ഇപ്പോൾ കുഴപ്പമുണ്ടാക്കിയിരുന്നതാണ്. നാളെ ആരംഭിക്കുന്ന പുന്നപ്ര വയലാർ വാരാചരണത്തിലും G സുധാകരന് അർഹമായ പരിഗണന നൽകിയില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 24 ആലപ്പുഴ. കൊല്ലം കടക്കിലിൽ CPIയിൽ കൂട്ടരാജി. 700-ലധികം പേർ CPIയിൽ നിന്നും രാജിവെച്ചുവെന്ന് പാർട്ടി മുൻ ജില്ലാ കൌൺസിൽ അംഗം JC അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച വിഭാഗീയ നിലപാടാണ് രാജിക്ക് കാരണമെന്ന് വിമർശനം. മന്ത്രി J ചിഞ്ചുറാണിയുടെ മണ്ഡലത്തിലാണ് CPIയിലെ കൂട്ടരാജി. ജില്ലാ നേതൃത്വവുമായുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് കടക്കലിൽ 700-ലധികം പേർ രാജിവെച്ചത്. 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, 11 സഹകരണ ബാങ്ക് ഡയറക്ടർമാർ തുടങ്ങിയവർ രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നു. 2 വർഷമായി നിലനിൽക്കുന്ന സംഘടനാ പ്രശ്നങ്ങളിൽ ജില്ലാ നേതൃത്വം സ്വീകരിച്ച നിലപാടാണ് രാജിക്കിടയാക്കിയത്. ഞങ്ങളെ ചേർത്ത് നിർത്താനുള്ള ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിരുന്നിട്ടും ആ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ ഞങ്ങളെ അകറ്റി നിർത്തുവാനും അവർ ഈ പാർട്ടി ഘടകങ്ങൾ വിട്ടുപോയാലും ഈ പാർട്ടിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനുമില്ല എന്ന ചിന്ത നിരവധി ആളുകളെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ സ്വാധീനമുള്ള സ്ഥലത്തെ പ്രവർത്തകരുടെ കൂട്ടരാജിയിലെ അമ്പരപ്പിലാണ് പാർട്ടി നേതൃത്വം. ഒരാഴ്ച മുൻപാണ് 120 പേർ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടുകൾ പ്രതിഷേധിച്ച് രാജിവെച്ചത്. വിവാദങ്ങൾക്കിടെ CPI കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരും. 24 കൊല്ലം. വായ്പാ തിരിച്ചടവ് മുടങ്ങി ജപ്തി നടപടി നേരിട്ട എറണാകുളം ഇരുമ്പനത്തെ പ്രഭാവതി അമ്മയ്ക്ക് നാളെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ ജപ്തി നടപടി പാടില്ല എന്ന് മന്ത്രി VN വാസവൻ കേരള ബാങ്കിന് നിർദ്ദേശം നൽകി. മകനെടുത്ത വായ്പ മുടങ്ങിയതിനെ തുടർന്നാണ് പ്രഭാവതി അമ്മയുടെ ജീവിതം പ്രതിസന്ധിയിലായത്. 24 ബിഗ് ഇംപാക്ട്. എറണാകുളം ഇരുമ്പനം സ്വദേശിനിയെ പ്രഭാവതി അമ്മയ്ക്കാണ് ദുരനുഭവം. വായ്പയെടുത്ത മകൻ കൈയൊഴിഞ്ഞു, വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. എങ്ങോട്ട് പോകണമെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. ഈ 69-കാരി അക്ഷരാർത്ഥത്തിൽ തെരുവാധാരമായി. എവിടെ പോകും, എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലെ കിണറ് മാത്രമേ എനിക്കുള്ളൂ. മകനെടുത്ത 16 ലക്ഷം രൂപ വായ്പ ഇത് തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. നാളെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണമെന്നായിരുന്നു ബാങ്കിന്റെ നിർദ്ദേശം. പ്രഭാവതി അമ്മയുടെ ദുരവസ്ഥ 24 വാർത്തയാക്കി. പിന്നാലെ മന്ത്രി VN വാസവൻ ഇടപെട്ടു. വീട്ടിൽ നിന്ന് ഇറക്കിവിടില്ലെന്നും ജപ്തി നടപടികൾ തടയാൻ ബാങ്കിന് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി 24നോട്. അമ്മയുടെ ഏറ്റവും വേദനിക്കുന്ന അനുഭവം അവർ വിവരിക്കുകയുണ്ടായി. അവരെ നാളെ ഇറക്കിവിടാതിരിക്കാനുള്ള നിർദ്ദേശം കേരള ബാങ്കിൻ്റെ പ്രസിഡന്റിനോട് പറയാൻ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുക എന്നുള്ളവിടെ ആലോചിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമെന്നും എല്ലാവർക്കും നന്ദിയെന്നും പ്രഭാവതി അമ്മ. സന്തോഷം, ഇതിൻ്റെ പൈസ ഉണ്ടായത് തിരിച്ച് ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കിയത് കൊണ്ട് പണിത പരിയാണിത്. പണിയെടുത്ത് കിട്ടണേ കൊണ്ട് കുറച്ച് പണിത് അപ്പം അത് 2 മുറി
ഓടുമ്പോഴാണ് സന്തോഷം, 100 സന്തോഷം. 1.5 വർഷമായി ഒറ്റപ്പെട്ട് കഴിയുകയാണ് പ്രഭാവതി അമ്മ. ഭക്ഷണവും വെള്ളവും എല്ലാം അയൽവാസികളാണ് നൽകുന്നത്. പ്രഭാവതി അമ്മയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ആലോചിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം അൻമരിയ സനി, 24. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് തർക്കത്തിൽ ഇനിയും പ്രതിസന്ധി മാറാതെ മഹാസഖ്യം. കോൺഗ്രസ് നിലപാടിനെതിരെ തുറന്നടിച്ച് സഖ്യകക്ഷികൾ രംഗത്തുവന്നു. ലാലു പ്രസാദ് യാദവിന്റെ വീടിന് മുന്നിൽ സീറ്റ് ലഭിക്കാത്ത നേതാവ് നിലത്തുകിടന്ന് കരഞ്ഞത് നാടകീയതയ്ക്ക് ഇടയാക്കി. സീറ്റ് ചർച്ചകൾ നടക്കുന്ന പട്നയിലെ ലാലു പ്രസാദ് യാദവിന്റെ വസതിയിലെത്തിയതായിരുന്നു RJD നേതാവ് മദൻ ഷാ. മധുബനി മണ്ഡലത്തിൽ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ പൊട്ടിക്കരഞ്ഞു. വസ്ത്രങ്ങൾ വലിച്ചു കീറി. RJD MP സഞ്ജയ് യാദവ് പണം വാങ്ങി സീറ്റ് നൽകുന്നതായും ആരോപണം. രണ്ടാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ മഹാസഖ്യത്തിൽ ഇനിയും സീറ്റ് വിഭജനം കീറാമുട്ടിയായി തുടരുകയാണ്. ചില മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമെന്ന കോൺഗ്രസ് വാദത്തെ എതിർത്ത് സഖ്യത്തിലെ മറ്റു പാർട്ടികൾ രംഗത്തെത്തി. ബീഹാറിൽ RJDയുടെ സ്വാധീനം കോൺഗ്രസ് തിരിച്ചറിയണമെന്ന് മുതിർന്ന CPIM നേതാവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അശോക് കുമാർ മിശ്ര 24നോട് പ്രതികരിച്ചു. It is not good, but I think that Congress should reconsider its position because I think that Congress also realized that it is the RJD that is the biggest force in Bihar. സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ NDA ഇതിനോടകം തന്നെ പ്രചരണം ഊർജിതമാക്കി. ഈ മാസം 24-ന് പ്രധാനമന്ത്രി ബീഹാറിലെത്തും. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG, 24. ഇന്ത്യക്കെതിരെ വീണ്ടും ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ. പാക് സൈന്യം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പ്രതികരിക്കുമെന്നാണ് ഭീഷണി. ചെറിയ പ്രകോപനത്തിന് പോലും യാതൊരു മടിയും കൂടാതെ പ്രതികരിക്കുമെന്നും പൂർണ്ണ ഉത്തരവാദിത്തം ഇന്ത്യയ്ക്കായിരിക്കുമെന്നും അസിം മുനീർ പറഞ്ഞു. പുതിയ സൈനികരുടെ പാസിംഗ് ഔട്ട് ചടങ്ങിലാണ് അസിം മുനീറിന്റെ പരാമർശം. പാകിസ്ഥാന് പതനമുണ്ടായാൽ ലോകത്തിന്റെ പകുതിയും കൂടെ കൊണ്ടുപോകുമെന്ന് നേരത്തെ അസിം മുനീർ ഭീഷണി മുഴക്കിയിരുന്നു. 24 ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിൽ നിന്നും തട്ടിയെടുത്ത സ്വർണം മറിച്ചുവിറ്റുവെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണവും പണമാക്കി മാറ്റി ഭൂമി ഇടപാടുകൾക്കായി ഉപയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ SIT കണ്ടെത്തി. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണ് സ്വർണം മറിച്ചുവിറ്റെന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിച്ചത്. സ്പോൺസർമാരിൽ നിന്നും ലഭിച്ച സ്വർണവും പണമാക്കി. പണം ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചു. രേഖകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നശിപ്പിച്ചെന്നും സംശയമുണ്ട്. ഇതിന് പിന്നാലെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ പരിശോധന. സ്വർണ്ണക്കൊള്ള ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും തട്ടിപ്പ് സംഘത്തിലെയും 15ഓളം പേരുടെ വിവരങ്ങൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരവാദം ഉയർത്തുകയാണോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. എങ്കിലും വെളിപ്പെടുത്തിയ പേരുകളിലേക്ക് അന്വേഷണം ഉടനെത്തും. സ്വർണ്ണക്കൊള്ളയുടെ തിരക്കഥയുണ്ടാക്കിയത് ബംഗളൂരുവിൽ വെച്ചാണെന്നാണ് വെളിപ്പെടുത്തൽ. സ്വർണ്ണപ്പാളി ചെമ്പായി തെറ്റായി രേഖപ്പെടുത്തിയതും പാളികൾ തിരിച്ചെത്തിയപ്പോൾ തൂക്കം നോക്കാതിരുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകൻ കൽപേഷ് ആണെന്നാണ് പോറ്റിയുടെ മൊഴി. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 1/2 കിലോയോളം സ്വർണം കൊണ്ടുപോയ കൽപേഷ്, സ്പോൺസറായ നാഗേഷ്, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരെ പിടികൂടിയാൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്തും ഉടൻ തെളിവെടുപ്പ് നടത്തും. നിലവിൽ ലഭിച്ച നിർണായക വിവരങ്ങൾ പരാമർശിച്ച് പ്രത്യേക അന്വേഷണ സംഘം ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകും. സസ്പെൻഷനിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും ഉടൻ ചോദ്യം ചെയ്യും. 24 തിരുവനന്തപുരം. ശബരിമല ശ്രീകോവിലിലെ പുതിയ വാതിൽ പ്രദർശിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രം ട്രസ്റ്റ്. ഇടപാട് നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ടാണെന്നും ക്ഷേത്രത്തിന് ബന്ധമില്ല എന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24നോട് പറഞ്ഞു. അറസ്റ്റിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിയിരുന്നുവെന്നും NS വിശ്വംഭരൻ വെളിപ്പെടുത്തി. 24 എക്സ്ക്ലൂസീവ്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കൈക്കലാക്കിയതു മാത്രമല്ല, ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശിപ്പിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വൻ തട്ടിപ്പ്. ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലും പണപ്പിരിവ് നടത്തി. സ്വർണം പൂശിയ ശേഷം വാതിൽ ബംഗളൂരു ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെത്തിച്ച് പണപ്പിരിവ് നടത്തിയെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. വ്യവസായികൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും പണം വാങ്ങി. വലിയ തുക നൽകിയത് അങ്ങനെ നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല? ഇവിടെ പലരും പറയുന്നുണ്ട് കൊടുത്തിട്ടുണ്ട്. ഒരാൾ പറഞ്ഞ് അയാളുടെ അമ്പലത്തിൽ വരുന്ന ഒരാൾ പറഞ്ഞ് അയാളുടെ ചേട്ടൻ എന്തോ കൊടുത്തിരുന്നെന്ന്.
അയാൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. അറസ്റ്റിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്രത്തിലെത്തിയിരുന്നുവെന്നും ട്രസ്റ്റ് സെക്രട്ടറി NS വിശ്വംഭരൻ 24 പറഞ്ഞു. അവിടെ ഇപ്പൊ 3-4 ദിവസം മുമ്പ് പ്രത്യക്ഷമായല്ലോ, അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വന്നോ? ക്ഷേത്രത്തിൽ വന്ന് തൊഴാൻ വന്നിട്ട് പോയി. അന്ന് ഉച്ചയ്ക്കാണ് അവിടെ കണ്ടത്, ട്രിവാൻഡ്രത്ത്. അറസ്റ്റിന് മുമ്പ് എന്തിനാണ് പോറ്റി ബംഗളൂരുവിൽ വന്നത്? നടത്തിയ ഇടപാടുകളുടെ തെളിവുകൾ നശിപ്പിക്കാനാണോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. 24 ബംഗളൂരു. 24 എക്സ്ക്ലൂസീവ്. എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിന് പിന്നാലെ 2 വിദ്യാർത്ഥികൾ കൂടി സ്കൂൾ വിടുന്നു. 2ലും 3ലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ TCക്കായി അപേക്ഷ നൽകി. അതേസമയം ഹൈക്കോടതി തീരുമാനം അറിഞ്ഞ ശേഷം സ്കൂൾ മാറുന്നതിൽ തീരുമാനമെടുക്കാനാണ് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിന്റെ തീരുമാനം. പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ 2ലും 3ലും പഠിക്കുന്ന സഹോദരിമാരാണ് സ്കൂൾ വിടുന്നത്. TCക്കായി വെള്ളിയാഴ്ച അപേക്ഷ നൽകി. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കുടുംബത്തിന്റെ തീരുമാനം. തോപ്പുംപടിയിലെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുക. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റും PTA പ്രസിഡന്റും സ്വീകരിച്ച നിലപാടും പരാമർശവും ഏറെ വേദനിപ്പിച്ചുവെന്ന് രക്ഷിതാവ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ മക്കൾ അവിടെ പഠിക്കുമ്പം എനിക്ക് സത്യത്തിൽ മാനസികമായിട്ട് നല്ലൊരു ഭയപ്പാടുണ്ട്. കാരണം അവിടുത്തെ ഒരു പ്രിൻസിപ്പളും ടീച്ചേഴ്സും എടുക്കുന്നൊരു നിലപാട്, ടീച്ചേഴ്സല്ല PTA പ്രസിഡന്റിന് പറയേണ്ടവരും അവരെടുക്കുന്ന ഇപ്പോഴത്തെ ഒരു നിലപാട് അത് നമ്മൾക്ക് ദോഷമായിട്ട് വരുമോ എന്നുള്ളൊരു ഭയപ്പാടിപ്പുണ്ട്. വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മളെ ഈ ചർച്ച അവസാനിച്ചെന്ന്. ഇനി വേറെ എന്തെങ്കിലും പരാതി വരട്ടെ, അപ്പം ആലോചിക്കാം. അതേസമയം ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കക്ഷി ചേർത്ത സാഹചര്യത്തിൽ കോടതി നിലപാട് അറിഞ്ഞ ശേഷമാകും തുടർ തീരുമാനമെന്ന് 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുടുംബം വ്യക്തമാക്കി. കോടതി വിധി അനുകൂലമായി സ്കൂൾ അംഗീകരിക്കുകയാണെങ്കിൽ പഠനം സെന്റ് റീത്താസിൽ തന്നെ തുടരാനാണ് ആലോചന. 24 കൊച്ചി. കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പോളിയിലെ കിണറ്റൽ വീണ പുലി കൂട്ടിലായി. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് വനം വകുപ്പ് കിണറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. ഒരു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം നാളെ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിടും. കഴിഞ്ഞ ബുധനാഴ്ച മഞ്ഞക്കടമ്പ് സ്വദേശി കുരിയാളശ്ശേരി കുരിയച്ചന്റെ വീട്ടുവളപ്പിലെ കിണറ്റിലാണ് വന്യജീവി വീണെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിച്ചത്. വനംവകുപ്പ് സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ഇത് പുലിയെന്ന് സ്ഥിരീകരിച്ചു. കൂട് സ്ഥാപിച്ച് പുലിയെ കുടുക്കാനുള്ള ശ്രമത്തിലായി പിന്നെ വനംവകുപ്പ്. ആഴമുള്ള കിണറായതിനാൽ സഹായത്തിന് മുക്കത്തു നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ഉണ്ടായിരുന്നു. ഇരയെ വെച്ച കൂട് അതീവ ദുഷ്കരമായാണ് കിണറ്റിൽ സ്ഥാപിച്ചത്. പുലർച്ചെ 1 മണിയോടെ ദൗത്യം വിജയം. വെറ്റിനറി ഡോക്ടർ നടത്തിയ പരിശോധനയിൽ പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടെത്തി. കൂടിന് ഉറപ്പില്ലാത്ത കാരണം അത് അന്നേക്കന്ന് തന്നെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത് ആ സമയത്ത് തന്നെ എന്തായാലും മാറ്റാന്നുള്ള തീരുമാനമാക്കി അവിടെ നിന്ന് ചെന്നു. അവിടെ കൂട് മുഴുവൻ വല കൊണ്ട് പൊതിഞ്ഞു. കാരണം എന്തെങ്കിലും കാരണവശാൽ അത് റിലീസ് കൂട് പൊടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 വല വെച്ച് ഞങ്ങളത് തന്നെ മൂടി. അതിൻ്റെ ഹെൽത്ത് കാര്യങ്ങളും കൂടി നോക്കിയതിന് ശേഷം വേണം ഇനി എപ്പോഴും അതിനെ റിലീസ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. താമരശ്ശേരി വനംവകുപ്പ് റേഞ്ച് ഓഫീസിൽ നിരീക്ഷണത്തിലാണ് പുലി. പിന്നീട് ഉൾക്കാട്ടിൽ തുറന്നുവിടും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.